കേരളത്തോടൊപ്പം മറ്റ് 4 സംസ്ഥാനങ്ങൾ കൂടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 23-നാണ് നടക്കുന്നത്. പുതുച്ചേരിയിലും അസമിനും കേരളത്തിലൊപ്പം ഏപ്രിൽ 9-ന് തെരഞ്ഞെടുപ്പ് നടക്കും. എന്തായാലും എല്ലായിടങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. പി ബസന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, കേരളത്തെ സംബന്ധിച്ച് കേരളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഒരു കൗതുകത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തമിഴ്നാടാണ്. പ്രത്യേകിച്ചും വിജയുടെ ഒരു സാന്നിധ്യം, വിജയുമായി ഏതെങ്കിലും വിധത്തിൽ സഖ്യസാധ്യതകളുണ്ടോ എന്ന BJPയുടെ തിരക്കട്ട ശ്രമങ്ങൾ. വിജയ് എന്നതൊരു ബഹളം മാത്രമാണ്, അത് അടിത്തറയില്ലാത്ത സംവിധാനമാണ് എന്ന DMKയുടെ നിലപാട്. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്ന കേരളത്തെക്കാളും ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒപ്പം ബംഗാളും അത് BJP ഏറെ സാധ്യത പ്രതീക്ഷിക്കുന്ന ഒരിടം കൂടിയാണ്. തീർച്ചയായും ബംഗാൾ ആണ് BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അഭിപ്രായ സർവേകളൊക്കെ വന്നു. BJP ഇഞ്ചോടിഞ്ചാണ്, ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും 77-75 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി പോകുന്ന ഒരു കാഴ്ചയാണ് ബംഗാളിൽ കണ്ടത്. പക്ഷേ ഇത്തവണ വലിയ തോതിൽ BJP മുന്നേറാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട വിഷയം ജ്വലിപ്പിച്ച് നിർത്താനുള്ള BJPയുടെ ശ്രമം ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ചില അഭിപ്രായ സർവേകളുടെ ഫലത്തിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അതൊരു വലിയ വിഷയമാക്കി മാറ്റിയ BJPയുടെ ആ ഒരു പ്രചാരണ തന്ത്രം ചിലപ്പോൾ ഫലം കണ്ടേക്കും എന്നുള്ള ചില സൂചനകളുണ്ട്. പക്ഷേ അവിടെയും മറ്റൊരു വിഷയമുള്ളത്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് വളരെയധികം ഒരു മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിലേക്ക് ചുവട് വെക്കുന്നത് തന്നെ ഒരു 75 സീറ്റിൻ്റെ അഡ്വാൻറ്റേജുമായിട്ടാണ്. അതായത് ഏകദേശം 85 സീറ്റുകളിലോളം വലിയ തോതിൽ ഈ 85 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്നത് മുസ്ലിം വോട്ടുകളാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളാണ്. ഈ സീറ്റുകൾ കഴിഞ്ഞ തവണ ഈ 85 സീറ്റിൽ ഏകദേശം 75 സീറ്റോളം തന്നെ തൃണമൂൽ കോൺഗ്രസിനാണ് ലഭിച്ചത്. അപ്പോൾ അവിടെയുള്ള ഏകദേശം 236 സീറ്റുകളിൽ 75 സീറ്റിലെ ആ ഒരു അഡ്വാൻറ്റേജോട് കൂടിയാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് എന്നുള്ളൊരു ഒരു റഫായിട്ടുള്ളൊരു കണക്ക് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് മുന്നേറാൻ പിന്നെ അങ്ങോട്ട് ഒരു 75-80 സീറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. മാൾഡ, മുർഷിദാബാദ് അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ നോർത്ത് ബംഗാൾ പോലെ തന്നെ കിഴക്കൻ ബംഗാളിലും ഒക്കെ ദക്ഷിണ ബംഗാളിലും ഒക്കെ ഈ മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള മണ്ഡലങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ SIR-മായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ തോതിൽ കത്തിച്ചു നിർത്താൻ മമതാ ബാനർജി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തെരഞ്ഞുപിടിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് എന്നുള്ള മമതാ ബാനർജിയുടെ ആ പ്രചരണം ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഐക്യത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നോർത്ത് ബംഗാളിലെ ഈ മാൾഡ, മുർഷിദാബാദ് പോലുള്ള 2 ജില്ലകളിൽ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി സ്വാധീനമുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. ആ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മമതാ ബാനർജിക്ക് അറിയാം. അവിടെ ഒരു സഖ്യത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസുമായിട്ടൊരു സഖ്യത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, മറുഭാഗത്തുള്ളത്, പക്ഷേ ഇപ്പോൾ ഇതുവരെ തൃണമൂൽ കോൺഗ്രസ് അത്തരത്തിലൊരു സൂചനയും നൽകിയിട്ടില്ല. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന് 10-30 കൊല്ലം ബംഗാൾ ഭരിച്ച കോൺഗ്രസിന് എന്തെങ്കിലും സീറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് മമതാ ബാനർജി ഇതുവരെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനാണെങ്കിൽ ഒരു സീറ്റും നിയമസഭയിൽ ഇല്ലതാനും. CPM-നും സമാനമായ സാഹചര്യമാണ് ഇടതുമുന്നണിക്കും. അതായത് ഒരു സീറ്റുമില്ല. 10-35 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചതിന്റെ ഫലമായിട്ട് ഒരു സീറ്റും ഇല്ലാത്ത ഒരു സാഹചര്യം. ബംഗാളിനെ സംബന്ധിച്ച് വലിയ ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് SIR-നെതിരെ ഇത്ര വലിയൊരു പ്രതിഷേധമൊക്കെ നടന്ന് അത് മുൻപ് 8 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പാണ്. ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരത്തെ പ്രഖ്യാപനത്തിന് മുൻപ് സംസാരിച്ചിരുന്നു. സുരക്ഷാ ഭീഷണി ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോൾ ഇത്തവണ 2 ഘട്ടത്തിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബംഗാളിലെ സ്ഥിതി എന്താണ്? ബംഗാളിലെ SIR തന്നെയാണ് പ്രധാന വിഷയം. ഫെബ്രുവരി 28-ന് പ്രസിദ്ധീകരിച്ച ഒരു പട്ടിക പ്രകാരം, അന്തിമ പട്ടിക എന്നാണ് അവകാശപ്പെടുമെങ്കിലും ഈ പറയുന്ന 60 ലക്ഷം വോട്ടുകളുടെ ഒരു അനിശ്ചിതാവസ്ഥ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ആ പട്ടികയിൽ തന്നെ 63 ലക്ഷം വോട്ടർമാർ പല രീതിയിൽ പുറത്തായിട്ടുണ്ട്. അത് സ്ഥലം മാറിപ്പോയവരുണ്ട്, ഇരട്ട വോട്ടുകളുണ്ട്, അങ്ങനെ പല രീതിയിൽ മരിച്ചവരുണ്ട്. ആ രീതിയിലുള്ള ഈ 63 ലക്ഷം വോട്ടുകൾ ഒഴിവാക്കിയതിന് പുറമെ ഈ 60 ലക്ഷം രേഖകൾ പ്രകാരമുള്ള അല്ലെങ്കിൽ മാപ്പിംഗ് നടത്താൻ കഴിയാത്ത
വോട്ടുകൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അഡ്ജുഡിക്കേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് പരാതി നൽകാനുള്ള അവസാന തീയതി. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിലുള്ള കുറച്ച് ആൾക്കാരെ കൂടി പട്ടികയിലേക്ക് ഉൾപ്പെടും. ഇപ്പോൾ 15 ലക്ഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കൂടി നേരിട്ട് ഉൾപ്പെടുത്തുമെന്നാണ് ജ്ഞാനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും നല്ലവണ്ണം മാപ്പിംഗ് നടന്നിട്ടുള്ളത് ഈ ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലയിലാണ് വലിയ തോതിലുള്ള മാപ്പിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ ഏതൊക്കെ? അതിപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമല്ല, ഈ BJPയെ പിന്തുണയ്ക്കുന്നു എന്ന് കരുതുന്ന ഈ ഹിന്ദു മാത്വ വിഭാഗങ്ങളുടെ വോട്ടുകൾ, അതായത് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി ബംഗാളിലെ പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്ന അവരുടെ നാദിയ പോലുള്ള സ്ഥലങ്ങളിലുള്ള ഈ മാത്വ വിഭാഗത്തിൻ്റെ ഈ വോട്ടുകൾ പോലും ഭയങ്കര വലിയ തോതിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ആരെ ബാധിക്കുമെന്നുള്ളൊരു വലിയ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ മാത്വ കമ്മ്യൂണിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPയെ വലിയ തോതിൽ പിന്തുണച്ചിരുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ അവരിപ്പോൾ മാറി നിൽക്കുന്നു, BJPയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ച കൂടി അവിടെ വരുന്നു. പിന്നെ ഇതിലുള്ളത് ഈ ഇടതുപക്ഷ പാർട്ടികളുടെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ്. വളരെ ദുർബലമായ ഒരു സാഹചര്യമാണ് ഇടതുപക്ഷത്തിന് സമയക്കുറവുകൊണ്ടാണ്. എന്തായാലും നിലവിലെ ഒരു സർവേ പ്രകാരം TMCക്ക് 155 മുതൽ 170 വരെ, BJPക്ക് 100 മുതൽ 115 വരെ എന്നതാണ് ഒരു അഭിപ്രായ സർവേയിലെ ഫലം. നമുക്ക് കാത്തിരിക്കാം.